മലശോധന ശരിയായിട്ട് നടക്കുന്നതിന് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് ആ പ്രശ്നം മാറുന്നതിന് സഹായിക്കുന്ന 5 ഡ്രിങ്കുകൾ പറഞ്ഞു തരട്ടെ. ഒന്നാമത്തത്, ദിവസവും രാവിലെ 2 ഗ്ലാസ് ചെറു ചൂടുവെള്ളം ഉണർന്ന ഉടനെ കുടിക്കാനായിട്ട് നോക്കുക. ഇതിന്റെ ഗുണം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ചെറു ചൂടുവെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിക്കുമ്പോൾ ഇത് നമ്മുടെ കുടലിന്റെ മൂവ്മെന്റിനെ ഒന്ന് മെച്ചപ്പെടുന്നു. പെരിസ്റ്റാൾസിസ് നമുക്ക് സുഗമമായിട്ട് നടക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. ഇത് വളരെ പെട്ടെന്ന് മലശോധന നടക്കുന്നതിന് നിങ്ങൾക്ക് സഹായിക്കുന്നു. രണ്ടാമത്തെ ഡ്രിങ്ക് എന്ന് പറയുന്നത്, നിങ്ങൾ 1 ഗ്ലാസ് ചെറു ചൂടുവെള്ളം എടുത്ത് അതിനകത്ത് 2 ടീസ്പൂൺ ചിയ സീഡ് ഇട്ട് ഒരു 15 മിനിറ്റ് അടച്ചു വയ്ക്കുക. 15 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ ഈ ഡ്രിങ്ക് കുടിക്കാനായിട്ട് നോക്കുക. ഇതിനകത്ത് ചിയ സീഡ്സ് വെള്ളത്തിനെ ശരിയായിട്ട് അബ്സോർബ് നിൽക്കുന്ന സോലുബിൾ ഇൻസോലുബിൾ ഫൈബേഴ്സിന്റെ ഒരു കോമ്പിനേഷനാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡും ഉണ്ട്. ഈ കോമ്പിനേഷൻ നിങ്ങളുടെ മലത്തിന്റെ ആ ഒരു കട്ടി കുറയ്ക്കുന്നതിനും ധാരാളം ഫൈബറുകൾ അതിനകത്ത് വരുന്നതിനും കോൺസ്റ്റിപ്പേഷൻ പെട്ടെന്ന് മാറ്റുന്നതിനും സഹായിക്കുകയും ചെയ്യും. മൂന്നാമത്തത്, ടീ, കോഫി, പ്രത്യേകിച്ച് ചായ, ഗ്രീൻ ടീ കൊണ്ടുള്ള ചായയോ അല്ലെങ്കിൽ കോഫി, കട്ടൻ കാപ്പിയോ കഴിക്കാനായിട്ട് നോക്കുക. കാരണം കട്ടൻ കാപ്പിക്കും കട്ടൻ ചായക്കോ അല്ലെങ്കിൽ ഗ്രീൻ ടീക്കോ നമ്മുടെ കുടലിന്റെ മൂവ്മെന്റിനെ ഒന്ന് മെച്ചപ്പെടുത്തുന്ന ഒരു റിഫ്ലക്സ് ആക്ഷൻ നൽകുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതും നിങ്ങൾക്ക് മലശോധന ശരിയായിട്ട് നടക്കുന്നതിന് ശരിയായിരിക്കും. നാലാമത്തെന്ന് പറയുന്നത്, നിങ്ങൾ 1 ഗ്ലാസ് വെള്ളം എടുത്ത് അതിനകത്ത് ഒരു പകുതി ആപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞിടുക. ആപ്പിൾ ഒരിക്കലും ജ്യൂസ് ആക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പിളിനെ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് നിങ്ങൾ ഈ വെള്ളത്തിലേക്ക് ഇടുക. എന്നിട്ട് ഈ വെള്ളം നിങ്ങൾ കുടിക്കുക, ആപ്പിൾ അതോടൊപ്പം കഴിക്കുക. അതിന്റെ ഗുണം എന്ന് പറയുന്നത്, ആപ്പിളിനകത്ത് അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ നിങ്ങളുടെ മലത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങൾക്ക് ധാരാളമായിട്ട് മലശോധന നടക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. ഈ 4 ഡ്രിങ്കുകൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ദിവസവും കഴിക്കാം. കൊച്ചുകുട്ടികൾക്കും വയസ്സായവർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇത് മലശോധന മാറുന്നതിന് സഹായിക്കും.